എക്സ്ക്യൂസ് മീ, ഇതല്ലേ കോവിലകം? അതെ. എവിടുന്നാ? ഇവിടെ കുഞ്ചിയമ്മ ടീച്ചറുണ്ടോ? ഉണ്ടല്ലോ. എവിടുന്നാ? അനുരാധ ഇവിടെയല്ലേ താമസം? അതെ. എവിടുന്നാ? അവൾ എത്ര നാളായി ഇവിടെ വന്നിട്ട്? നിർത്തോ. എവിടുന്നാന്ന് എത്ര തവണ ഞാൻ ചോദിച്ചു. അത് പറഞ്ഞിട്ട് മതി ബാക്കി ചോദ്യം. ഐ എം ഫ്രം ഡൽഹി. അനുരാധ എൻ്റെ ഭാര്യയാണ്. ഭാര്യ? കല്യാണം കഴിയാത്ത പെൺകുട്ടി അങ്ങനെ ഭാര്യയാകും? അവൾ അങ്ങനെ പറയൂ. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണവൾ. ഛേ, പോയവളെ വിളിച്ചോണ്ട് പാടോ. നീ എന്തോന്നാടാ ഈ പറയുന്നേ? എന്റെ ടീച്ചറെ സിറ്റിയിലൊക്കെ കല്യാണം കഴിക്കലും ഉപേക്ഷിക്കലും മുഖം കഴുകുന്ന പോലെ നിസ്സാരാ. ആ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ടീച്ചറുടെ ആങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നീ വാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾ ആരാന്നാ പറഞ്ഞത്? അജിത്ത്, അനുരാധയുടെ ഹസ്ബൻഡാ. തനിക്ക് വീട് തെറ്റിയതാ? അല്ല, നിങ്ങളെയൊക്കെ അവൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അങ്ങനെയായിരിക്കും. പക്ഷേ സത്യം എനിക്കും അവൾക്കും അറിയാം. 2 വർഷം മുമ്പ് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. പഠിക്കുന്ന സമയത്ത് അവൾ ഹോസ്റ്റലിലാണെന്നാണ് വീട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ താമസിച്ചിരുന്നത് ഒന്നിച്ചാണ്. എന്റെ അമ്മേ. അവിടെ വെച്ച് അവൾ ഗർഭിണിയായി പ്രസവിച്ചു. ഇപ്പൊ എന്നോട് പറയാതെ ഇങ്ങനൊരു യാത്ര. എന്താ അമ്മേ? ആരായാള്? അനുരാധയുടെ ഭർത്താവാണ്. ഇവർക്കൊരു കുഞ്ഞുണ്ടത്രേ. വെറുതെ ഞങ്ങളുടെ അമ്മാവന്റെ മോളെ അനാവശ്യം പറഞ്ഞാലേ താൻ വന്ന പോലെ തിരിച്ചു പോവില്ല. നല്ല ഫേസ്. സ്ഥിരമായി ഏത് ക്രീമാ ഉപയോഗിക്കുന്നത്? ഇവൻ എന്താ ചെയ്യണ്ടേ? 2 പഞ്ച് കൊടുത്തങ്ങോട്ട് കൊന്നേക്കട്ടെ. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. അനുരാധയുടെ പിണക്കത്തിന്റെ കാര്യം എനിക്കറിയില്ല. അത് ചോദിക്കാനാ ഞാൻ വന്നത്. ടീച്ചറെ, നമ്മളെന്തിനാ തർക്കിക്കുന്നത്? ആ പെണ്ണിനെ വിളിച്ചാ പോരെ? അതെ, അനുരാധ പറയട്ടെ. ഹായ് അജിത്തേട്ടാ, ഇത് എപ്പോ വന്നു? സുഖാണോ? എങ്ങനെയുണ്ട് മോള്? അവളുടെ 2ാമത്തെ പല്ലും പുറത്തേക്ക് വന്നോ? വാ, എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നടക്ക്. അജിത്തേട്ടാ വാ. ഇത് പ്രശ്നമാണല്ലോ ടീച്ചറെ. ഇവള് ഇത്തരക്കാരിയാണോ? എന്നിട്ട് അവനെ വിളിച്ച് കയറിപ്പോയ കണ്ടില്ലേ? ആ, അവളെ ഞാൻ നിക്കമ്മേ. എന്താ ഇവിടെ സംഭവിച്ചത്? എടാ അർജുന, ഇത് നീ പറഞ്ഞേൽപ്പിച്ച ആള് തന്നെയല്ലേ? അതെ, ഞാൻ കാശും കൊടുത്തതാ. പിന്നെ അവളെന്താ അയാള് ഭർത്താവാണെന്ന് സമ്മതിച്ചത്? കുഞ്ഞിന്റെ പല്ലിന്റെ കാര്യം ചോദിച്ചില്ലേ? ശരിക്കും ഭാര്യയില്ലെങ്കിൽ അങ്ങനെ ചോദിക്കോ? നമുക്ക് അബദ്ധം പറ്റി. അവളുടെ ഒറിജിനൽ ഭർത്താവിനെ തന്നെയാ നമ്മൾ വാടകയ്ക്ക് വിളിച്ചത്. അതിനെന്താ, കാര്യം എളുപ്പമായില്ലേ? നമുക്കിനി ഇത് കോളാക്കിയാ മതി.